ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 4 അമ്പലപ്പുഴ അമ്പലത്തിൽ ആറാട്ടിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഉത്സവത്തിൻ്റെ അവസാനമാണ് തിരുവാറാട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ആറാട്ടാണ്. ഇന്നത്തെ ഫുള്ള് വീഡിയോ ആറാട്ടിൻ്റെ എക്സ്പ്ലോറിങ് ആട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇന്ന് കുറച്ച് പേരും കൂടെ ഉണ്ട്. പൊടിയോനെ കൈ അടക്കി തക്കടു. അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് ആറാട്ട് നേരെ വരുന്നത് കാക്കാഴത്തുള്ള ഇരട്ടക്കുളങ്ങര അമ്പലത്തിലേക്കാണ്. അവിടെ നിന്ന് നേരെ രാത്രി തിരിച്ചും പോകും അമ്പലപ്പുഴ അമ്പലത്തിലേക്ക്. ഞങ്ങളവിടെ നടന്ന് ഏകദേശം കച്ചരൂക്ക് എത്തി കേട്ടോ. അത്യാവശ്യം അങ്ങോട്ടുള്ള ആളുകളുടെ വലിയൊരു തിരക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മിക്ക സ്ഥലങ്ങളിൽ ഇതേപോലെ കുരുത്തോല ലൈറ്റും പൂവൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ആറാട്ട് വരുന്ന സമയത്തെ പല കടകളുടെ ഫ്രണ്ടിലും അവരുടെ പരസ്യം പതിച്ച ബലൂണ്, തൊപ്പികൾ, അതേപോലെ പലരും ഇതേപോലെ വെള്ളമൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വെള്ളം കൊടുക്കുന്ന സ്ഥലം സ്പോട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മോരും വെള്ളം കേട്ടോ. ശരിക്കും ഈ NHന്റെ പണി തുടങ്ങിയതിന് ശേഷം അമ്പലപ്പുഴ കിഴക്കോട്ടുള്ള വഴികളിൽ ഇഷ്ടംപോലെ കടകൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ സെൻറ്റർ ഇപ്പോൾ മാനസമേര ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിലെത്തി. ഇനി നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെ ബജിക്കടയൊക്കെ കാണാം. ഇനി അങ്ങോട്ട് നല്ല തിരക്കിലോട്ടാട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. നമസ്കാരം. നിങ്ങൾ അവിടെ നിന്ന് നേരെ അകത്തൂടെ നടപ്പന്തലിൻ്റെ അവിടെ നിന്ന് നടക്കും കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഫുള്ള് സൗണ്ട് ആയിരിക്കും കേട്ടോ. ബാക്കിയുള്ള വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് മ്യൂസിക് ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ ഈ വീഡിയോ വിദേശത്തേക്ക് ഇരുന്ന് കാണുന്നവരില്ലേ, അവർക്ക് ഭയങ്കര ഒരു നൊസ്റ്റും ആയിരിക്കും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആറാട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമുക്ക് നടപ്പന്തലിലെ പടിഞ്ഞാറ് കട എന്നിട്ടില്ലേ, അവിടുന്ന് ആനകളെല്ലാം ഇങ്ങനെ ഇറങ്ങുന്ന ആ വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളെ അല്ല, ഇപ്പോൾ ഇഷ്ടം പോലെ ആളായി. ഇങ്ങനെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പേരെന്തുവാ? അർജുൻ. ടാറ്റാ. എല്ലാ ഷോറൂമിൽ നമ്മൾ അറിയാവുന്നവരൊക്കെ കൈ കാണിക്കുന്നില്ല കേട്ടോ. ഓ മൈ ഗോഡ്, പിന്നെയും സബ്സ്ക്രൈബേഴ്സ്. അവിടെ നിന്ന് അങ്ങനെ നടക്കാൻ തുടങ്ങി. ആന അങ്ങനെ ഏകദേശം കച്ചേരിമുക്കിൽ ജംഗ്ഷനിലെത്തി കേട്ടോ. ഞങ്ങളിപ്പോഴും നല്ല ബാക്കിലാണ്. ആനകൾ അവിടുന്ന് ഇരട്ടക്കുളങ്ങര അമ്പലത്തിലോട്ട് കയറുന്ന കേട്ടോ ഈ കാണുന്നേ. ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ ആറാട്ട് എത്തിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് വീട് വരെ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് ഞാനിവിടെ കച്ചരൂക്കിൽ എത്തിയപ്പോൾ ആറാട്ട് അവിടെ നിന്ന് തിരിച്ച് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തിരിച്ച് കച്ചരൂക്ക് ജംഗ്ഷനിൽ എത്തിയിട്ട് ആനകളിങ്ങനെ നിരന്ന് നിൽപ്പുണ്ടേ. ഞാൻ ആ വിഷ്വൽസ് കാണിച്ചു തരാം. ആറാട്ട് തിരിച്ച് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോകുന്ന കേട്ടോ ഈ കാണുന്നത്. ആറാട്ടിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടുപിടിക്കണമെന്ന് 4 മണിക്ക് പറഞ്ഞവളാണ്. അവൾ ആറാട്ടും പോയി ആനയും തിരിച്ച് അവിടെ അമ്പലത്തിൽ കയറാനായപ്പോൾ കണ്ടുപിടിച്ച്. ആറാട്ട് തിരിച്ച് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച് നമ്മുടെ താമരയ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു ഐതിഹ്യ കഥയുണ്ട്. ഞാനങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ കണ്ണന് പാർവതിനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ തിരിച്ചു വരുമ്പോൾ
കരഞ്ഞാണ് വരുന്നത്. അങ്ങനെ ഒരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൊതുവെ തിരിച്ചു പോകുമ്പോൾ ആറാട്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. കച്ചേരിപ്പിലെത്തുമ്പോഴും വളരെ ലേറ്റായി. ഇന്ന് അവിടെ നിന്ന് പോയത് ഏകദേശം ഒരു 10-5 ആയപ്പോഴാണ് തിരിച്ച് അങ്ങോട്ട് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോയത്. എങ്കിലും അവിടെ ചെന്ന് കയറുമ്പോൾ വളരെ ലേറ്റാവും. അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. എന്നാലും ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഭയങ്കര ഒരു നൊസ്റ്റാൾജി അടിക്കും. അപ്പം അടുത്ത മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.